ഉല്ലാസപൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീ. എന്താ ക്യാരറ്റ് മാത്രമല്ല, ഒരു കഷ്ണം ക്യാബേജ് ഉണ്ടാകുന്നല്ല, അതുകൊണ്ടാണ് പോയെ. ചേട്ടാ എവിടെ പോയി? ഇല്ലെങ്കിൽ വേണ്ട, ഉള്ളത് കൊണ്ട് ഓണം പോലെ. പക്ഷേ മീൻകറിയാണ് നമുക്കൊരു ഐഡിയ ഇല്ലാത്തത്. അമ്മേനോട് ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, അമ്മ ക്രെഡിറ്റ് കൊണ്ടുപോകും. സിദ്ധുവിൻ്റെ അമ്മേനോട് ചോദിക്കാം. ഹലോ അമ്മ. അമ്മ 2 ദിവസം മുന്നേ പോയായിരുന്നു. പടവലത്ത് പോയേക്കുക. അമ്മ ഞാൻ വിളിച്ചതേ, ഞാൻ ആക്ച്വലി തേങ്ങ അരച്ച് വെച്ച മീൻകറി ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണേ. കാരണം അടുക്കള പറയണ ഇപ്പോൾ നമുക്കാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞുതരുമോ? സ്പെഷ്യൽ ടിപ്സ്. അല്ലാതെ എന്തോരം എണ്ണം? ശരി ശരി ശരി, ഓക്കെ. ഇന്ന് ഞാൻ പൊളിക്കും എൻ്റെ മീൻകറി. താരാ ഫോൺ വിളിച്ചേ? കുഴിപ്പണത്തമ്മ. തൊഴുകുട്ടമ്മ, ആറ്റുകാലമ്മ, മുടുപ്പുരമ്മ എന്ന് കേട്ടിട്ടുണ്ട്. ഈ കുഴിപ്പത്തുള്ള കോമഡിയാണോ? കൂടുതൽ അങ്ങനെ ചിരിക്കണ്ട കേട്ടാ. എന്തിനാ വിളിച്ചത്? ഇങ്ങോട്ട് വിളിച്ചത്? അങ്ങോട്ട് വിളിച്ചാ? ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. എന്തിന്? ഞാനേ തേങ്ങ അരച്ച് വെച്ച മീൻകറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ വേണ്ടിട്ട് വിളിച്ചു. എന്തോന്ന് ചിരിക്കണം? എന്താണ് മീൻകറി ഉണ്ടാക്കാൻ പോണെന്ന്? ചന്ദ്രൻ ചിരിക്കണം എന്തിനാ? മീൻകറി ഉണ്ടാക്കാൻ പോണ, അത് പോട്ട്. ടിപ്സിന് വേണ്ടി കുഴിപ്പുള്ള തമ്മ വിളിച്ച് ടിപ്സ് ചോദിച്ചേക്കണ്. എന്താ പോറ്റോ, ഒരിക്കൽ ഞാൻ അവിടെ ചെന്നപ്പോഴേ അവരുണ്ടാക്കിയ മീൻകറി ഞാൻ കഴിച്ചില്ല. എന്റെ അമ്മ വായു വെച്ച് കൂട്ടാൻ കൊള്ളൂരായിരുന്നു. പക്ഷെ അച്ഛൻ ഇവിടെ വന്നിട്ട് പറഞ്ഞത് സൂപ്പർ മീൻകറി ആയിരുന്നു, കിടുക്ക് തലക്കറി എന്നൊക്കെയാണോ? എടാ, അത് മുമ്പേ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിന്നായിരിക്കാൻ പറ്റും. ഞാൻ പിന്നെ പോയിത്തിട്ട് വന്ന് അവരെ ടിപ്സ് വാങ്ങിച്ചേക്കണ്. അയ്യോ, കൂടുതൽ ചിരിക്കണ്ട. ഞാൻ ഒരു കാര്യം പറയാം, അച്ഛൻ ഭയങ്കര ഓവറാണ് കേട്ടോ. ചേട്ടൻ നോക്കിക്കോ, ഇന്ന് ഞാൻ തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യമുള്ളൂ. വാശിപ്പുറത്ത് അതിനകത്ത് കയറി പിടിക്കണ. ഇവിടെ മറ്റേ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ കയറി പിടിക്കാം നമുക്ക്. അത് തന്നെ ചേച്ചി, മീൻകറി വെച്ചാലേ ചിലപ്പോ തൂങ്ങിച്ചാവേണ്ടി വരും. ഇറങ്ങിപ്പോയെ. പോ. ഇന്നുച്ചക്ക് എനിക്ക് ചോറ് വേണ്ട. ഇന്നുച്ചക്ക് ഈ ചോറ് വേണ്ടാന്ന്. നിങ്ങളുടെയൊക്കെ അല്ലേ ബാക്കി, പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ചേച്ചി, ഞാൻ നല്ല ബെസ്റ്റ് ഒരു ഐഡിയ പറയാം. നമുക്കൊരു 3 മീൻകറിയും ഒരു 7 മീൻ വറുത്തതും കടയിൽ നിന്ന് മേടിക്കുക. എന്ത് പറയണു? കാശ് ആര് കൊടുക്കും? ചേച്ചി കൊടുക്കും. അയ്യോ, എന്റെ കാശ് നിനക്കൊക്കെ ഫുഡ് മേടിച്ചു തരാം. എന്റെ തല കൂടെ വണ്ടി പോവല്ലേ? ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. വേണ്ട, നീ മേടിക്കണ്ട, ഞാൻ ഉണ്ടാക്കി തരാം, നിങ്ങൾ കഴിച്ചാൽ മതി. അപ്പൊ ഇന്നത്തെ ഫുൾ കുക്കിംഗ് നിന്റെയാണോ? അതെ, ഇന്നത്തെ ഫുൾ കുക്കിംഗ് എന്റെ വകയാണ്. എനിക്ക് ആരുടെ സഹായവും വേണ്ട. ഇവിടെ തേങ്ങ എന്ത്? ഏതേങ്ങ? എവിടെ വെച്ചിരുന്നു? ഞാനിപ്പോ ഇവിടെ വെച്ചിരുന്ന തേങ്ങ. ഇല്ലേ, ചെയ്തോന്നിതായിരിക്കും. ഇല്ലടി, ഞാനിപ്പോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വന്നല്ലോ, അതുകൊണ്ട് ആരാ പോയെ? ഞാൻ എടുത്തതാണ് ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങ. കഷ്ടമല്ലേ, ചിലപ്പോ ചേച്ചി എടുത്ത് കാണത്തില്ലെന്ന്. എന്റെ വെറുതെ പ്രാന്താക്കരുത് കേട്ടാ. എടാ, ഞാൻ എടുത്താണെന്ന്. ഇനി തേങ്ങ എടുത്ത് പൊതിച്ചാ പോരെ? അതിനെന്നെ ആര് സഹായിക്കും? എന്നെ ആര് സഹായിക്കും? അപ്പൊ അതിന് ഞങ്ങളുടെ സഹായം വേണം. ഇല്ല, നീ അല്ലേ പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് ചെയ്തോളാന്ന്. പിന്നെന്ത്? ഇതാണ് പറഞ്ഞ അഹങ്കാരം വരുമ്പോ ബുദ്ധി വർക്കിയില്ല. അതെ, ഞാൻ അഹങ്കാരിയാണ്. നിങ്ങളെല്ലാരും അഹങ്കാരി എന്നാണോ വിളിക്കണത്? എനിക്ക് ഒരു കുഴപ്പമില്ല. തേങ്ങ ഞാൻ തന്നെ പൊതിച്ചോളാം, അത് ഞാൻ തന്നെ ചിരണ്ടിക്കോളാം. ഇറങ്ങിപ്പോ. ഓക്കെ, പോ. സഹായിക്കാൻ വന്നിക്കണം. നവാസിന് 175, പിന്നെ ഒരു 150 കൊടുത്തു, അങ്ങനെ 325. കറക്റ്റ് അല്ലേ? കറക്റ്റ് എങ്ങനെ 1 എത്ര 50 എന്ന് പറയും. ഇതിന്റെ കറക്റ്റ് ഇങ്ങനെ കൂട്ടല്ലേ? 200 വാങ്ങിച്ച്, 300 വാങ്ങിച്ച്, വീണ്ടും ഒരു 200 കൂടെ ഞാൻ വാങ്ങിച്ചു. 2 ദിവസം ഒന്നും വാങ്ങിയില്ല. ശനിയാഴ്ച മൊത്തം വാങ്ങിച്ചു, തീർത്ഥം വാങ്ങിച്ചു. അപ്പം മൊത്തം വാങ്ങിയത് 700 രൂപ. നല്ല ബെസ്റ്റ് ആളെയാണ് കൂടെ കണക്കൂട്ട എഴുതിയേക്കണത്. ഒരു കണക്കും തെറ്റൂല. ചേച്ചിപ്പാടെ അവളെ എല്ലാ കണക്കും കൂട്ടിയത് അല്ലേ മക്കളെ? ഓ, തൊലച്ചടിക്ക്. കുഞ്ഞാ, നീ ഇവിടെ ഇരിക്കുവാണോ? ഞാനുണ്ടല്ലോ അച്ഛാ, അവളവിടെ പഠിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് വന്നതാണേ. ഒരു തക്കം കിട്ടി അപ്പം മുങ്ങണമല്ലേ? അടക്കളയിൽ ഇപ്പൊ എന്താ അവസ്ഥ? കിച്ചൻ ആയ ആ ടെറിട്ടറിയിലോട്ട് പോവായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചേച്ചി ഭയങ്കര വാശിയിലച്ചാ.
തന്നെ ആ സാധാരണ വെറുതെ മീൻ ഉണ്ടാക്കിയാലേ കുളമാവും, പിന്നെ വാശോട് കൂടി ഉണ്ടാക്കിയാൽ പരമ കുളമാവും. അച്ഛാ തൽക്കാലം ഒന്നും മിണ്ടണ്ട, എല്ലാം സഹിച്ച് നമുക്ക് നിൽക്കാം. അതാണ് ഞാൻ അങ്ങോട്ട് പോവാത്തത്. പോരാത്തതിന് ഇപ്പൊ ചേച്ചി ചേട്ടനെ കൂട്ടുപിടിച്ചിരിക്കുന്നോണ്ടേ ചേട്ടന് മാത്രം അക്ഷരം മിണ്ടുന്നില്ല.